ദുആഇന്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ ഒരൊറ്റ ഹദീസ് മതി. ഏതാണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലം യദഇല്ലാഹ സുബ്ഹാന, ആരാണോ അല്ലാഹുവിനോട് ദുആ ചെയ്യാത്തവൻ, ആരാണോ അല്ലാഹുവിനോട് ദുആ ചെയ്യാത്തവൻ, ഗളിബ അലൈഹി, അല്ലാഹു അവനോട് കോപിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. എത്ര ദിവസങ്ങളായി മാസങ്ങളായി അല്ലാഹുവിന്റെ മുന്നിൽ മനസ്സറിഞ്ഞ് കൈ ഉയർത്താത്തവൻ എത്രയോ ആളുകളുണ്ടാകാം. മനസ്സറിഞ്ഞുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് കൈ ഉയർത്തി അല്ലാഹുവിനോട് ദുആ ചെയ്യാത്ത എത്രയോ ആളുകളുണ്ടാകാം നമ്മുടെ കൂട്ടത്തിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഏതൊരുവനാണോ അല്ലാഹുവിനോട് ദുആ ചെയ്യാത്തവൻ അല്ലാഹു അവനോട് കോപിക്കുന്നതാണ്. അല്ലാഹുവിന് അവൻ ഇഷ്ടമല്ല. അല്ലാഹുവിന് ഇഷ്ടം അല്ലാഹുവിനോട് കൈ ഉയർത്തി ദുആ ചെയ്യുന്നവനെയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസ് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്ന ഹദീസാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅജസുൻ നാസി മൻ ആജിസ അനി ദുആ, ജനങ്ങളിൽ ഏറ്റവും ബലഹീനരായ, ഒന്നിനും കൊള്ളാത്ത ആളുകൾ, ജനങ്ങളിൽ ഏറ്റവും ദുർബലരായ ആളുകൾ, കാര്യങ്ങൾ യഥാവിധം നടത്താൻ സാധിക്കാത്ത ദുർബലതയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ദുആ ചെയ്യാൻ സാധിക്കാത്ത ആളുകളാണ്. ആർക്കാണോ ദുആ ചെയ്യാൻ സാധിക്കാതെ, ദുആ ചെയ്യണമെന്ന് മനസ്സിലുണ്ടാകും എല്ലാവർക്കും, പക്ഷേ ദുആ ചെയ്യാൻ സാധിക്കുകയില്ല. ദുആ ചെയ്യാൻ ഒരാൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ അവൻ തീർത്തും അശക്തനായിരിക്കുന്നു, ദുർബലനായിരിക്കുന്നു, അവന്റെ കാര്യങ്ങൾ നടക്കാൻ പ്രയാസമായിരിക്കും എന്നാണ് മനസ്സിലാക്കപ്പെടേണ്ടത്. അപ്പോൾ ഏറ്റവും അശക്തനായ ദുർബലനായ മനുഷ്യൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ സാധിക്കാത്ത ആളുകളാണ്. ദുആ ചെയ്തോ അതിന് ഉത്തരം നൽകും. ഏതെങ്കിലും വിധേന അള്ളാഹുവിന്റെ ഉത്തരം നിർബന്ധമായും അവന് ഉണ്ടായിരിക്കും. ജനങ്ങളിൽ ഏറ്റവും പിശുക്കുള്ള ആളുകൾ സലാം പറയാൻ പിശുക്ക് കാണിക്കുന്ന ആളുകളാണ്. മുഅ്മിനീങ്ങളെ